വൺ ഡേ, ഒരു ദിവസം, എ പുവർ ബോയ്, ഒരു പാവപ്പെട്ട പയ്യൻ, ഡ്രീംഡ് ഓഫ്, ആഗ്രഹിച്ചു. ഡ്രീം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക. അതിൻ്റെ പാസ്റ്റ് ആണ് എന്ത്? ഡ്രീംഡ് ഓഫ്, ആഗ്രഹിച്ചു. നമ്മൾ പറയാറില്ലേ സ്വപ്നം കാണുക, ഉറങ്ങുമ്പോൾ കാണുന്ന അതല്ല കേട്ടോ. ഇവിടെ ആഗ്രഹിക്കുക എന്നുള്ള ആ ഒരു ഇതാണ്, അതാണ് സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ബിക്കമിങ് എ ടീച്ചർ എന്നുവെച്ചാൽ ഒരു അധ്യാപകൻ ആകാൻ ആഗ്രഹിച്ചു എന്നാണ്. ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? വൺ ഡേ എ പുവർ ബോയ് ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ ടീച്ചർ. ഒരു ദിവസം ഒരു പാവപ്പെട്ട പയ്യൻ ഒരു അധ്യാപകൻ ആകാൻ ആഗ്രഹിച്ചു എന്നായി. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, മെനി പീപ്പിൾ, ഒരുപാട് ആളുകൾ, ലാഫ്ഡ് അറ്റ്, പരിഹസിച്ചു എന്നാണ്. ഇപ്പം ലോഫിൻ്റെ കൂടെ അറ്റ് വന്നു, ലോഫ് അറ്റ്, പരിഹസിക്കുക. അപ്പം അതിൻ്റെ പാസ്റ്റ് ആണെന്ത്? ലോഫ്ഡ് അറ്റ്, പരിഹസിച്ചു. ആരെ? ഹിം, അവനെ. അപ്പം എന്തായി? മെനി പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം, ഒരുപാട് ആളുകൾ അവനെ പരിഹസിച്ചു. ബിക്കോസ്, കാരണം, ഹി ഹാഡ് നോ മണി. ഇവിടെ കണ്ടോ, ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അല്ലേ? ഹാഡ് നോ, ഉണ്ടായിരുന്നില്ല. എന്ത്? മണി, പണം ഉണ്ടായിരുന്നില്ല. ആൻഡ് അതുപോലെ വെരി ലിറ്റിൽ എഡ്യൂക്കേഷൻ, വളരെ കുറഞ്ഞ വിദ്യാഭ്യാസവും. അപ്പോൾ ഏകദേശം മീനിങ് വന്നൂല്ലേ? എന്താണ്? വളരെ കുറഞ്ഞ വിദ്യാഭ്യാസവും അതുപോലെ പണം ഇല്ലാത്ത കാരണത്താൽ ഒരുപാട് ആളുകൾ അവനെ പരിഹസിച്ചു എന്നായി. ഒരു ഏകദേശം മീനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടേതായ രീതിയിൽ പറഞ്ഞാൽ മതി. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, ഹൗ എവർ, എന്നിട്ടും, അവൻ നെവർ ഗേവ് അപ്പ്. ഗേവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുത്തു, അല്ല വിട്ടുകൊടുക്കുന്നല്ലേ. എന്നാൽ ഹി നെവർ ഗേവ് അപ്പ്, അവനൊരിക്കലും വിട്ടുകൊടുത്തില്ല എന്ന്. ഒരുപാട് ആളുകൾ അവനെ പരിഹസിച്ചു, എന്നാലും അവൻ വിട്ടുകൊടുത്തില്ല, തോൽവി സമ്മതിച്ചില്ല എന്ന്. ഇനി അടുത്താണ് എവ്രി മോർണിംഗ്, എല്ലാ രാവിലെയും ഹി വോക്കപ്പ് ഏർലി. ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ. അപ്പം എന്തായി? ഹി വോക്കപ്പ് ഏർലി, എല്ലാ രാവിലെയും അവൻ നേരത്തെ എണീറ്റു. സ്റ്റഡീഡ്, പഠിച്ചു. ഹാർഡ്, കഠിനമായി എന്ന് വെച്ചാൽ നന്നായി പഠിച്ചു. ആൻഡ് അതുപോലെ പ്രാക്ടീസ്ഡ്, പരിശീലിച്ചു. എന്ത്? സ്പീക്കിംഗ് ഇംഗ്ലീഷ് സംസാരം എന്തായി? പരിശീലിച്ചു എന്നായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് വെച്ച് നോക്കിയാലോ. ഇവിടെ കണ്ടോ, എവ്രി മോർണിംഗ് ഹി വോക്കപ്പ് ഏർലി, സ്റ്റഡീഡ് ഹാർഡ് ആൻഡ് പ്രാക്ടീസ്ഡ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. എല്ലാ രാവിലെയും അവൻ നേരത്തെ എണീറ്റു, കഠിനമായി പഠിച്ചു, അതുപോലെ ഇംഗ്ലീഷ് സംസാരം പരിശീലിച്ചു എന്നായി. ഇനി അടുത്താണ് വെന്നെവർ. ഇതൊരു പ്രത്യേക ഒരു വേർഡാണ്, നോട്ട് ചെയ്യണേ. വെന്നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്പോഴെല്ലാം, അതുപോലെ പോഴെല്ലാം. പോഴെല്ലാം ഇപ്പം ശരിയായി തരാം. ഒന്നും പറയാണ്, വെന്നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്പോഴെല്ലാം, അതുപോലെ പോഴെല്ലാം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാണ്, വെന്നെവർ ഐ ഗോ ദെയർ ഐ മീറ്റ് ഹിം. ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം അവനെ കാണാറുണ്ട്. ഇവിടെ കണ്ടോ, വെന്നെവർ ഐ ഗോ ദെയർ. ഈ വെന്നെവർ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഞാനൊരു പ്രസൻറ്റ്, അല്ലേ, ഒരു പ്രസൻറ്റിലെ കാണിക്കുന്ന ഒരു പ്രസൻറ്റിലെ സെൻറ്റൻസ് എഴുതി ആണല്ലോ. ഐ ഗോ ദെയർ പ്രസന്റ് അല്ലേ. അപ്പോൾ വെനെവർ ഐ ഗോ ദെയർ, ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം. അപ്പോൾ വെനെവർ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഒരു പ്രസന്റ് സെൻറ്റൻസ് ആണെങ്കിൽ മ്പോഴെല്ലാം എന്ന് പറയാം. ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം അവനെ കാണാറുണ്ട് എന്നായി. ഇനി ഇതേ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് പറഞ്ഞു നോക്കൂ. വെനെവർ ഐ വെന്റ് ദെയർ, ഞാൻ അവിടെ പോയപ്പോഴെല്ലാം ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടു. അപ്പോൾ എന്തായി? പോഴെല്ലാം. ഇനി വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടി പറയാം, ഉദാഹരണം കൂടി പറയാം, ഒരു കുഴപ്പമില്ല, കേട്ടോളൂ. ഞാൻ പറയാണ്, വെനെവർ ഹീ കംസ് ഹിയർ ഹീ മീറ്റ്സ് മീ. അവൻ ഇവിടെ വരുമ്പോഴെല്ലാം, അവൻ എന്നെ കാണാറുണ്ട്. ഇവിടെ മ്പോഴെല്ലാം എന്താ? ഹീ കംസ് അല്ല, കംസ് പ്രസന്റ് ആണ്. ഇനി ഇതേ സെന്റൻസിന്റെ പാസ്റ്റ് പറഞ്ഞു നോക്കൂ. വെനെവർ ഹീ കെയിം ഹിയർ ഹീ മെറ്റ് മീ.
അവൻ ഇവിടെ വന്നപ്പോഴെല്ലാം അവൻ ഇവിടെ വന്നപ്പോഴെല്ലാം അവൻ എന്നെ കണ്ടു. അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടോ, വെന്നെവർ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹീ മെയ്ഡ് പാസ്റ്റ് ആണ് അല്ലേ, മെയ്ഡ് മിസ്റ്റേക്സ്. ഇവിടെ കണ്ടോ, അവൻ തെറ്റുകൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം എന്നായി. അപ്പൊ വെന്നെവർ ഹീ മെയ്ഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവൻ തെറ്റുകൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം, തെറ്റുകൾ സംഭവിച്ചപ്പോഴെല്ലാം. ഹീ ലേൺഡ്, അവൻ പഠിച്ചു. ഇവിടെ ഉണ്ടോ, ഹീ ലേൺഡ്, അവൻ പഠിച്ചു. എന്ത് പഠിച്ചു എന്നറിയോ? ഫ്രം ദം, അതിൽ നിന്ന് പഠിച്ചു എന്നായി. അപ്പൊ തെറ്റുകൾ സംഭവിച്ചപ്പോഴെല്ലാം അതിൽ നിന്ന് പഠിച്ചു അവൻ. എന്തുകൊണ്ട് ഞാൻ തോറ്റു, തെറ്റെന്തുകൊണ്ട് വന്നു അല്ലേ? ഇൻസ്റ്റീഡ് ഓഫ്, പകരം. ഇൻസ്റ്റീഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പകരം. ഫീലിംഗ് ഡിസ്കറേജ്ഡ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഫീലിംഗ് ഡിസ്കറേജ്ഡ്. ഫീൽ ഡിസ്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ തോന്നുക എന്നാണ്. നിരാശ തോന്നുക. അപ്പം എന്താ ഇവിടെ ഉണ്ട്, ഇൻസ്റ്റീഡ് ഓഫ് വന്നല്ലോ. അപ്പം നിരാശ തോന്നുന്നതിന് പകരം അവൻ അതിൽ നിന്ന് പഠിച്ചു എന്നായി അല്ലേ? അവൻ അതിൽ നിന്ന് പഠിച്ചു എന്നായി. അപ്പം ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം. എന്താണ്? വെനെവർ ഹീ മെയ്ഡ് മിസ്റ്റേക്സ് ഹി ലേൺഡ് ഫ്രം ദം ഇൻസ്റ്റീഡ് ഓഫ് ഫീലിംഗ് ഡിസ്കറേജ്ഡ്. അവൻ തെറ്റ് ചെയ്തപ്പോഴെല്ലാം എന്താണ്? നിരാശ തോന്നുന്നതിന് പകരം അതിൽ നിന്ന് അവർ പഠിച്ചു എന്നായി ആണല്ലോ. ഓക്കെ, ഇനി അടുത്താണ് ഇയേഴ്സ് പാസ്റ്റ്, വർഷങ്ങൾ കടന്നുപോയി. ഇയേഴ്സ് പാസ്റ്റ്, വർഷങ്ങൾ കടന്നുപോയി. ആൻഡ് അതുപോലെ ഹിസ് നോളജ്, അവൻ്റെ അറിവ് ഗ്രൂ, വളർന്നു. സ്ട്രോങ്ങർ, ശക്തിയോടെ. അവൻ്റെ അറിവ് ശക്തിയോടെ വളർന്നു. ഫൈനലി, അവസാനം ഹീ ബിക്കെയിം, അവൻ ആയിത്തീർന്നു. എന്തായിന്നറിയോ? എ റെസ്പെക്റ്റഡ് ടീച്ചർ, ഒരു ബഹുമാനപ്പെട്ട അധ്യാപകനായി. എന്നായി. പിന്നെ കണ്ടോ, ഹൂ. ഇവിടെ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നർത്ഥം. അവൻ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടോ, ഇവിടെ ഹൂ എന്ന് പറയുന്ന വേർഡിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിച്ച വേർഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ ബഹുമാനപ്പെട്ട ടീച്ചർ, അതാണ് പറയുന്നത്. ആ ബഹുമാനപ്പെട്ട ടീച്ചർ ഇൻസ്പയർഡ്, പ്രചോദിപ്പിച്ചു എന്നായി. തൗസൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ. അപ്പം എന്തായി? ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആ ബഹുമാനപ്പെട്ട ടീച്ചർ പ്രചോദിപ്പിച്ചു എന്നായി. ഇനി നമുക്കിവിടെ ഈ ഹൂ എന്ന് പറയുന്ന വേർഡിന് പകരം ഹീ എഴുതാൻ പറ്റുമോ? പറ്റും. അങ്ങനെ നമ്മൾ ഹൂവിന് പകരം ഹീ എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിർത്തി, പിന്നെ അടുത്ത പുതിയ സെൻറ്റൻസ് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒറ്റ സെൻറ്റൻസിൽ പറയാൻ വേണ്ടിയാണ് ഇവിടെ ഹീന് പകരം ഇവിടെ ഹൂ ഉപയോഗിച്ചത്. ഓക്കെ, ഹീൻ്റെ സെയിം അർത്ഥമാണല്ലോ, അത് ആരെന്നല്ല, ഹീൻ്റെ അർത്ഥം തന്നെയാണ്. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, ലുക്കിംഗ് ബാക്ക്. ഇതൊരു പ്രത്യേക പ്രയോഗം കേട്ടോ, ലുക്കിംഗ് ബാക്ക്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ലുക്കിംഗ് ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതിന് ഒരേ അർത്ഥമുള്ളൂ. എന്താണ്? പിറകിലേക്ക് നോക്കുമ്പോൾ. ലുക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിലേക്ക് നോക്കുമ്പോൾ എന്നാണ്. അപ്പോൾ സാർ അവിടെ ബോളിന് വെന്നൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. ഇത് അങ്ങനത്തെ ഒരു പ്രയോഗമാണ്, ലുക്കിംഗ് ബാക്ക്. ലുക്കിംഗ് ബാക്കിൽ സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ലുക്കിംഗ് ബാക്കിൻ്റെ അർത്ഥമാണ് പിറകിലേക്ക് നോക്കുമ്പോൾ. പിറകിലേക്ക് ഇങ്ങനെ നോക്കല്ല. നമ്മുടെ കഴിഞ്ഞു പോയ കാലം ഉണ്ടല്ലോ, തോൽവികളുടെയും നിരാശകളുടെയും പ്രയാസങ്ങളുടെയും പരിഹാസങ്ങളുടെയും നിമിഷങ്ങളിലൂടെ കടന്നു പോയ ആ കാലം ഹൃദയത്തിൽ ആളിക്കത്തണം. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും. നൂറ്റാണ്ടുകളോളം ആളുകൾ ഓർത്തിരിക്കുന്ന ഒരുവനായി മാറണം എന്ന വാശിയോടെ കളത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ വിജയം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട, വിജയിച്ചു നമ്മൾ. ഓക്കെ, അപ്പം എന്തായി? ലുക്കിംഗ് ബാക്ക്, പിറകിലേക്ക് നോക്കുമ്പോൾ ഹീ റിയലൈസ്ഡ്, അവൻ മനസ്സിലാക്കി എന്തെന്നറിയോ? ദാറ്റ് സക്സസ്, വിജയം വാസ് നോട്ട്, വിജയം അല്ലായിരുന്നു. വേണ്ട, വാസറായിരുന്നു, നോട്ട് വന്നല്ലോ. അപ്പം അല്ലായിരുന്നു, അപ്പം വിജയം അല്ലായിരുന്നു. എന്തല്ലായിരുന്നു അറിയോ? അബൌട്ട്. ഇവിടെ കണ്ടോ, അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഡിപ്പെൻഡ്, ആശ്രയിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ആശ്രയിക്കുക, അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ചെന്നാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിക്കുക എന്നാണ്.
അതാണ് ഒന്ന് എഴുതി വെക്കുക, ആശ്രയിക്കുക. അപ്പം എന്താ ചെയ്യണോ? ഇവിടെ കണ്ടോ, സക്സസ് വാസ് നോട്ട് എബൌട്ട്, വിജയം ആശ്രയിച്ചല്ലായിരുന്നു. എന്തിനാശ്രയിച്ചല്ലായിരുന്നു അറിയോ? ടാലന്റ് എന്ന് പറഞ്ഞ കഴിവ്, അതുപോലെ ലക്ക് എന്നല്ലോ ഭാഗ്യം. അപ്പോൾ അവന് മനസ്സിലായി, എന്ത് മനസ്സിലായെന്നറിയോ? വിജയം കഴിവിനെയും ഭാഗ്യത്തെയും ആശ്രയിച്ചല്ലായിരുന്നു എന്ന് മനസ്സിലായി. വിജയിച്ചപ്പോൾ അവന് മനസ്സിലായി, എൻ്റെ വിജയം എൻ്റെ കഴിവിനെയും ഭാഗ്യത്തെയും ആശ്രയിച്ചല്ലായിരുന്നു. പിന്നെ ഇറ്റ് വാസ്, ഇതായിരുന്നു എന്തായിരുന്നോ? എബൌട്ട്, എബൌട്ട് ആശ്രയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് വാസ് എബൌട്ട്, ഇത് ആശ്രയിച്ചായിരുന്നു. എന്തിനെ? ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം, പേഷ്യൻസ്, ക്ഷമ, ആൻഡ് അതുപോലെ ദ കറേജ്, ധൈര്യം. അപ്പോൾ അവന് മനസ്സിലായി എന്ത്? വിജയം ഇത് ഉറച്ച തീരുമാനത്തെയും അതുപോലെ ക്ഷമയെയും അതുപോലെ ധൈര്യത്തെയും ആശ്രയിച്ചായിരുന്നു എന്നായി, അല്ലേ? ടു കീപ് മൂവിങ് ഫോർവേഡ്, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, കീപ് മൂവിങ് നീങ്ങുക എന്നായി. അപ്പം ടു കീപ് മൂവിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാലോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കാനുള്ള, എവ്രി സിംഗിൾ ഡേ, ഓരോ ദിവസവും. അപ്പോൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാനുള്ള ധൈര്യത്തെയും ക്ഷമയെയും ഉറച്ച തീരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊരു വളരെ മനോഹരമായൊരു തോട്ടാണ്. എന്ന് വെച്ചാൽ വിജയം വിജയം കഴിവിനെയും ഭാഗ്യത്തെയും ആശ്രയിച്ചല്ല, മറിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടു പോകാനുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കാനുള്ള ധൈര്യത്തെയും ക്ഷമയെയും അതുപോലെ ഉറച്ച തീരുമാനത്തെയും ആശ്രയിച്ചാണ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ തോട്ട് വന്നു, അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് അർത്ഥം വെക്കാൻ കഴിയും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമയോടെ എന്ത് ചെയ്യുക? വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ. ആ എടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഇതുപോലെ അർത്ഥം വെച്ച് നോക്കണം. അങ്ങനെ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റീഡിംഗ് ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആവും. താങ്ക് യു എവരിവൺ.